ഇത് വേറൊരായത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആം 6-ാമത്തെ വചനത്തിലും സൂറത്ത് ഹൂദ് 32-ാമത്തെ വചനത്തിലും പറഞ്ഞിട്ടുണ്ട്. അലം യറൗകം അഹ്ലക്നാ മിൻ ഖർനിൻ, എത്രയെത്ര നൂറ്റാണ്ടുകളെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അള്ള വല്ലാത്ത പോക്കിരിയാണ് ഈ അർത്ഥാണെങ്കിൽ. അത് പിന്നെ പറയാട്ടോ. കർണെന്താ, കരീനെന്താണ്, മുഖരിനീൻ മുഖർ എന്നുള്ള പിന്നെ പറയാം. കരീൻ ആരാണ് എന്നൊക്കെ നമുക്ക് പറയാം. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞു പോയാൽ അവനൊരു കരീനിനെ ഞാൻ നിശ്ചയിച്ചു കൊടുക്കും. ആ കരീനും കർണും ഖുറൂനും മുഖറനീൻ എന്ന് പറഞ്ഞതും ഒക്കെ അതേ വേർഡുകൾ എടുത്തിട്ട് മാത്രം പിന്നെ ഒരു ക്ലാസ് പറയാം. അത് ഏതായാലും നൂറ്റാണ്ടുകളിലൂടെ കഴിഞ്ഞുപോയ മനുഷ്യരല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. കരീന് 2 രൂപത്തിലുണ്ട് നമ്മുടെ മനസ്സിൽ. ഒന്ന് നല്ല കരീനുണ്ട്, ഒന്ന് ചീത്ത കരീനുണ്ട് എന്നും മനസ്സിലാക്കി വെക്കുക. ബാക്കി പിന്നെ പറയാം. ആ ഗുണങ്ങളെയാണ് അള്ളാഹു നശിപ്പിക്കുന്നത് നമ്മില്. ആ ഗുണങ്ങളെയാണ് അള്ളാഹു ഇല്ലാതാക്കുന്നത്. അത് നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണമുണ്ട്. ഇവിടെ ചീത്ത ഗുണത്തെ അള്ളാഹു ഇല്ലാതാക്കണം. അതാണ് ഒരു റഹ്മാനി, അള്ളാഹുവിന്റെ റഹ്മാന്റെ ദിക്റിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ കാരുണ്യത്തിന്റെ അനുസ്മരണങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് അന്ധമായി തീർന്നോ, യുഖയ്യിദ് ലഹു ശൈത്താനൻ കരീന, അപ്പൊ ഒരു ശൈത്താന് കരീനായിട്ട് വരും. അപ്പൊ പിന്നെ വാളെടുക്കാനാ നമുക്ക് തോന്നുക, ആളുകളോട് പകയ്ക്കാ തോന്നുക, ആളുകളെ കൊല്ലാനാ തോന്നുക, ആളുകളെ വെട്ടാനാ തോന്നുക, ആളുകളോട് അസൂയ വെക്കാനാണ് തോന്നുക. എന്തൊക്കെ നെഗറ്റീവ് ഗുണങ്ങളുണ്ടോ അതൊക്കെ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. ആര് നമ്മിൽ നിന്ന് പോയാൽ റഹ്മാന്റെ ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് പോയാൽ, അല്ലാതെ അള്ളാന്നിങ്ങനെ ഓർത്തിരിക്കല്ല. ആ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പോവുകയാണ്. കാരുണ്യത്തിന്റെ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പോവുകയാണ്. റഹ്മാനിയത്ത് പോവുകയാണ്. അത് എവിടുന്ന് നമ്മളിൽ വെച്ചുകൊണ്ടാണ്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ ഗുണം നമ്മളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കണ്ടുപിടിക്കണ്ട. അതാണ് റഹ്മാൻ. രണ്ട് ഗർഭപാത്രം എന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. റഹ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. അതാണ് റഹ്മാനിയാണ്. 2 ഗർഭപാത്രമാണ്. ഒന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുമ്പോൾ നമ്മൾ അറിയാത്ത ഒരു വയറിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകുകയായിരുന്നു. അന്ന് സെറ്റ് ചെയ്തതാണ് നമ്മളിൽ ഈ കാരുണ്യം എന്ന് പറയുന്ന ഈ ഗുണം. അതാണ് അള്ളാഹു പറഞ്ഞത്, അന്ന് നീ ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിനക്ക് തന്നത്, പിന്നെ എന്തിനാ ഇപ്പൊ നീ ചോദിക്കാൻ നിൽക്കണ എന്നോട്? നീ ചോദിച്ചിട്ടാണോ അന്ന് ഞാൻ നിനക്ക് നൽകിയത്? അല്ലല്ലോ. നിന്റെ സമ്മതം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. നീ എന്നോട് ദ്വയർന്നിട്ടാണോ? അല്ലല്ലോ. അതെന്റെ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിക്ക് അനുസരിച്ച് നീ നിന്ന് തന്നാ മതി. അത് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ റഹ്മാനിയത്തിന്റെ ഈ രഹസ്യം തേടിയുള്ള യാത്രയാണ് മനുഷ്യന്റെ. തിരിച്ചറിയാം, അത്രേ ഉള്ളൂ. ഈ രഹസ്യം ഏതാണ്? ആ രഹസ്യം ഇവര് ചോദിക്കും, എന്താണ് സിർറ് എന്ന് ചോദിക്കും. യഅലമു സിർറ വഅഖ്ഫ, അള്ളാഹു രഹസ്യം അറിയുന്നവനും ഒളിപ്പിച്ചു വെക്കുന്നത് അറിയുന്നവനുമാണ്. ഏതാണ് ആ രഹസ്യം? ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ദൈവത്തിന്റെ കാരുണ്യം തന്ന ആ രഹസ്യം തേടിയുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര. നമ്മൾ ചോദിച്ചിട്ടാണോ തന്നത്? നമ്മക്കന്ന് എന്തേ തന്നീന്നത്? അതാണ്. പിന്നെ നീ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നു മനുഷ്യ. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിന്റെ ചിന്തയിലേക്ക്, നിന്റെ ബുദ്ധിയിലേക്ക് നീ അറിയാത്ത ഒരു വയറിട്ട് തന്നിട്ടുണ്ട് നിനക്ക് അള്ളാഹുവിനെ അറിയാനുള്ള കാരുണ്യം.